Hello friends, welcome to channel 𝐒𝐿𝐻 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഒരു CCTV സ്മാർട്ട് CCTV ക്യാമറയെ കുറിച്ച് തന്നെയാണ്. TP ലിങ്കിന്റെ നമ്മുടെ ടാപ്പോ എന്ന് പറഞ്ഞ മോഡൽ. അതായത് ഈ ബോക്സ് കണ്ടിട്ട് നിങ്ങൾക്ക് വിചാരിച്ചിട്ടുണ്ടാവും, നിങ്ങൾ നമ്മുടെ ചാനൽ പുതിയ എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്നവർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളിത് ഓൾറെഡി ഈ സംഭവം അൺബോക്സ് ചെയ്തല്ലേന്ന്. പക്ഷേ ഇതല്ല. ഇത് ആക്ച്വലി നമ്മുടെ ടാപ്പോൻ്റെ ടാപ്പോ C100 എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയതാണ്. നമുക്ക് ഇതേ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. എന്താ വെച്ചാൽ റൊട്ടേഷൻ ഇല്ലാത്തത്. പക്ഷേ അതിൻ്റെ റേറ്റ് കുറഞ്ഞു 2200-2000 റേഞ്ചിൽ വരുന്ന ഒരു റേറ്റിലുള്ളത് നമ്മുടെ TP ലിങ്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ടാപ്പോ C100 എന്നുണ്ട്. അതിൻ്റെ ഒരു നെക്സ്റ്റ് എഡീഷനാണ് ടാപ്പോ C100 എന്ന് പറഞ്ഞിട്ട്. ഇതിന് ആക്ച്വലി എന്താ വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ബോക്സ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഗ്ലെയർ അടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 മെഗാ ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുമ്പത്തേൽ 2 മെഗാ ക്യാമറ ആയിരുന്നു. അപ്പോൾ ഇതിൽ 3 മെഗാ ക്യാമറ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ റെസൊല്യൂഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റും ക്രിസ്പും ഡീറ്റെയിൽസും ഉള്ള വീഡിയോസിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് എന്തായാലും അതിൽ വരും. 1080p ഫുൾ HD സംഭവം തന്നെ അതിൽ വരുന്നത്. 2K കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമ്മുടെ നോർമൽ എന്ന് വെച്ചാൽ 2 മെഗാ നല്ല ക്ലാരിറ്റിയും നല്ല ഡെപ്തും നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ട് ഇതിൻ്റെ വീഡിയോയിൽ കിട്ടും. അതിൻ്റെ ഡിഫറൻസ് ആണ് വരുന്നത്. ഒരു പ്രൈസ് ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു 300 രൂപ ആണ് ഡിഫറൻസ് വരുന്നത്. നമ്മുടെ പഴയ മോഡലും C100ഉം C110ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. സ്പെസിഫിക്കേഷനും കാര്യങ്ങളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാനും സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇതാണ്. അപ്പോൾ അതിന് മുമ്പ് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു CCTV ക്യാമറയാണ് നമ്മുടേത്. ഇത് നമ്മുടെ മീൻ്റെ 2K Pro എന്ന് പറഞ്ഞാൽ 2K റെസൊല്യൂഷനിൽ എടുക്കുന്ന ഒരു ക്യാമറ. നമ്മൾ ഉപയോഗിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 6 മാസമല്ല, ഓൾമോസ്റ്റ് 1 ഇയർ ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ 2K വീഡിയോ റെസൊല്യൂഷനിൽ കിട്ടുന്ന മെയിനായിട്ടുള്ളൊരു ആക്ച്വലി ആകെ ഒരെണ്ണമുള്ളതൊന്നുണ്ട് 2K റെസൊല്യൂഷനിൽ നമുക്ക് സ്മാർട്ട് CCTV ക്യാമറയിലുള്ളത് ഒരു ഓപ്ഷണലായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഉള്ളത് ഒരെണ്ണം കൂടി ഉണ്ട് നമ്മുടെ. അത് പക്ഷേ ഒഫീഷ്യലി ഇന്ത്യയിൽ ലോഞ്ചഡ് അല്ല. ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. താല്പര്യമൊക്കെ നോക്കാം. എനിക്ക് കറക്റ്റ് ഇപ്പോൾ പേര് ഓർമ്മ വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ നോക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടെന്നു. നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചും കൂടി എളുപ്പമാക്കുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. നമ്മളൊരു ഹോം പേജ് പോലെ ടോപ്പ് 5 കാറ്റഗറി എല്ലാത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ നോക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി ഗീവ് വീഡിയോസ് ഇട്ടുണ്ടായിരുന്നു. TWSും ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ കാണാത്തവരും പങ്കെടുക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. റീസെൻറ്റ് വീഡിയോസാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ TP ലിങ്കിൻ്റെ ടാപ്പിൻ്റെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നോർമൽ നമ്മുടെ പണ്ട് നമ്മുടെ C100 പരിചയപ്പെടാം. അതേ ബോക്സ് തന്നെ ഉണ്ടല്ലോ, ഡിഫറൻസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഡിഫറൻസ് ഉള്ളൂ. നമ്മളെന്തായാലും പരിചയപ്പെടാം. ടാപ്പിൻ്റെ ബ്രാൻഡിങ് ഇതിൻ്റെ സ്മാർട്ട് സെക്യൂർ ഈസി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. മറ്റേ നമുക്കിവിടെ 2 മെഗാ പിക്സലായിരുന്നു ഫുൾ HD. ഇത് നമുക്ക് 3 മെഗാ പിക്സലായിട്ട് നമ്മുടെ സെൻസർ കൂടിയിട്ടുണ്ട്. അതുപോലെ വേൾഡ് നമ്പർ 1 ബ്രാൻഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗൂഗിൾ അലക്സ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ C110 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡൽ നമ്പർ ചെയ്തിട്ടുണ്ട്. TP ലിങ്കിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹോം സെക്യൂരിറ്റി വൈഫൈ ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. മോഷൻ ഡിറ്റക്ഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് വിഷൻ അപ് ടു നമുക്ക് 30 feet ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 3 മെഗാ പിക്സൽ, അതായത് 1296 പിക്സൽ ഇൻറ്റു 1080p HD ആണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. മൈക്രോ SD സ്ലോട്ട് നമുക്ക് 256 GB വരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ സൈഡിലായിട്ട് നമുക്ക് അതന്നെ എഴുതിയിട്ടുണ്ട്. TP ലിങ്കിൻ്റെ 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് കുറച്ച് സ്പെക്സ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മോഡൽ നമ്പറും വീഡിയോ ഡെഫിനിഷൻ 3 മെഗാ പിക്സലായിട്ടുള്ള 2304 ഇൻറ്റു 1296 റെസൊല്യൂഷനാണ്. മറ്റേ നമ്മുടെ 2 മെഗാ പിക്സലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 1080 ഇൻറ്റു അതായിരുന്നു. അപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഓഡിയോ വരുന്നത് നമുക്ക് 2 way ബിൽഡ് ഇൻ മൈക്രോഫോൺ സ്പീക്കർ വരുന്നുണ്ട്. നൈറ്റ് വിഷൻ നമുക്ക് 850 nm IR LED അപ് ടു 30 feet ആണ് വരുന്നത്. വയർലെസ് പ്രോട്ടോകോളായിട്ട് നമുക്ക് 2.4 GHz തന്നെയാണ്. പിന്നെ നമുക്ക് പാക്കേജ് കണ്ടന്റ് ആയിട്ട് ഇവിടെ നമുക്ക് ക്യാമറ അഡാപ്റ്റർ, മൗണ്ടിങ് സ്ക്രൂ, മൗണ്ടിങ് ടെംപ്ലേറ്റ്സ്, ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിങ് കൊടുത്തിട്ടുണ്ട്. മൈക്രോ SD കാർഡ് ഇല്ലാന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആപ്പിൻ്റെ ടാപ്പ് എന്ന് പറഞ്ഞ ആപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട് ബാക്കിലായിട്ട്. പിന്നെ നമുക്ക് ബാക്കിലായിട്ട് കണ്ട സ്പെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ MRP ഡീറ്റെയിൽസ് കാണിച്ചു കഴിഞ്ഞാൽ
199 രൂപയാണ് ഇതിൽ MRP കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് വരുന്നത് നമുക്ക് 2400 സംതിങ് റേഞ്ചിലാണ് നമുക്ക് പ്രൈസ് വരുന്നത് ആമസോണിൽ. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ്, താല്പര്യമൊക്കെ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാട്ടോ. ഫീച്ചേഴ്സായിട്ട് 3 MP ഹൈ ഡെഫിനിഷൻ, ലൈവ് വ്യൂ, പ്രൈവസി മോഡ്, നൈറ്റ് വിഷൻ മോഡ്, 2-way ഓഡിയോ ഷെയറിംഗ് ഉണ്ട്, ഈസി സെറ്റപ്പാണ്, അലാം സിസ്റ്റം ഉണ്ട്, ലോക്കൽ സ്റ്റോറേജ് അപ് ടു 256 ഉണ്ട്. നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ പൊസിഷൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്യാം. ഇത് ആക്ച്വലി സീൽഡാണ്, ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ അതിൻ്റെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്യാം നമുക്ക് എന്തായാലും. അപ്പോൾ ഞാൻ അതിൻ്റെ പ്ലാസ്റ്റിക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ TP ലിങ്കിൻ്റെ പാക്കേജ് എല്ലാം ഇതേപോലെ റാപ്പിംഗ് ഉണ്ടായിരിക്കും. എനിക്ക് ഇങ്ങനെ റാപ്പിംഗ് ഉള്ളത് നല്ല ഇഷ്ടമാണ്. എന്താ വെച്ചാൽ ഒരു നമ്മുടെ വാട്ടറിന് ശരിക്കും നല്ല പ്രൊട്ടക്ട് ചെയ്ത് നമുക്ക് നമുക്ക് കൊറിയർ വരണമാണല്ലോ. അപ്പോൾ മഴ ഇങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് ആക്ച്വലി ഉള്ളിലേക്ക് കിടക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബോക്സ് കണ്ടൻറ്റ് പുറത്തേക്ക് എടുക്കാം. ഓക്കെ, നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവർ പിന്നെ ഉള്ളിൽ ഫുള്ള് ഈ കാർഡ്ബോർഡ് പോലത്തെ സംഭവമായിരിക്കും ഇവരുടെ TP ലിങ്കുകാരുടെയും. ഈ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ മോഡേൺ തരുന്ന ആൾക്കാരെയും ഇവരൊക്കെ അതുപോലെ തന്നെയാണ്. പിന്നെ നമുക്കിതിലൊരു നമ്മുടെ മൗണ്ടിങ്ങിൻ്റെ സ്ക്രൂവിൻ്റെ കറക്റ്റ് നമുക്ക് ഡ്രിൽ ചെയ്യാനുള്ള ഒരു പാഡ്, ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് തന്നിട്ടുണ്ട്. പിന്നെ എന്താ ഒരു ജനറൽ പബ്ലിക് ലൈസൻസ് നോട്ടീസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിലാണ് ഇടാം. അപ്പോൾ നമുക്ക് ബോക്സ് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇത് ശരിക്കും ആക്ച്വലി USB ഒന്നും അല്ല കേട്ടോ, അതിൻ്റെ ഒരു പ്രൊപ്രൈറ്ററി കണക്ടറാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത്യാവശ്യം ലെങ്ത്തുള്ള അഡാപ്റ്റർ തന്നെയാണ്. നമുക്ക് എടുക്കാം. ഇതിൽ നമുക്ക് മൗണ്ടിങ് സ്ക്രൂവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ക്യാമറ വന്നിട്ടുണ്ട്. ഇവർക്ക് ശരിക്കും ആക്ച്വലി ഒരു ബ്ലാക്ക് കളർ ഇറക്കായിരുന്നു. എനിക്കെന്താ വെച്ചാൽ എൻ്റെ ബ്ലാക്ക് കളർ നല്ല ഇഷ്ടമാണ്. ബ്ലാക്ക് കളറുള്ള ക്യാമറാസ് ഭയങ്കര കുറവാണ്. ആകെയുള്ളത് EMU എന്ന് പറഞ്ഞൊരു ചൈനീസ് ബ്രാൻഡ് മാത്രമുള്ള നമുക്ക് ബ്ലാക്ക് കളറിൽ നമുക്ക് ക്യാമറ ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ക്യാമറ എടുത്തു. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ നമ്മളിത് C100 കണ്ട അതേ ഡിസൈൻ, ഒരു വ്യത്യാസമില്ല. നമ്മളതിൻ്റെ ഉള്ളിലത്തെ സെൻസർ മാത്രമേ മാറിയിട്ടുള്ളൂ, വേറെ ഒരു ചേഞ്ച് വന്നിട്ടില്ല. അപ്പോൾ ഡിസൈനിനെ കുറിച്ചൊന്നും വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് അതിൻ്റെ മുമ്പിലായിട്ടൊരു LED കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ അടിയിൽ മൗണ്ട് ചെയ്യാനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിൽ നമുക്കൊരു LED കൊടുത്തിട്ടുണ്ട്, AR LED കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈക്ക് ഇൻപുട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു LED ഉണ്ട്, നമുക്ക് അത് ഓൺ ആകുമ്പോൾ കാണാം. ടാപ്പോൻ്റെ ബ്രാൻഡിങ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്കൊരു സ്പീക്കർ കാണാം. ഇത് നമുക്ക് ഇങ്ങനെ വളയ്ക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കി വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയും വയ്ക്കാം. ഇങ്ങനെ മൗണ്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ വയ്ക്കാം, കണ്ടോ, ഇങ്ങനെയാണ് വയ്ക്കാം, എങ്ങനെ വേണമെങ്കിൽ വയ്ക്കാം നമുക്കിത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് എൻ്റെ അഡാപ്റ്ററും എന്താ പറയുക, ഈ നമ്മുടെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു ശരിക്കും ആക്ച്വലി ഒരു ആപ്പ് വേണം, ടാപ്പോ എന്ന് പറഞ്ഞിട്ട് TP ലിങ്ക് ടാപ്പോ. അപ്പോൾ ഞാൻ ആക്ച്വലി അതിൽ നമ്മുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ആഡ് ചെയ്യാൻ വേണ്ടോ, ഞാൻ എന്തായാലും ഇതിൻ്റെ അഡാപ്റ്ററിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ഒന്ന് തുറക്കട്ടെ. നമുക്ക് എന്തായാലും കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ വയർ ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്, കണ്ടു, നല്ല വയർ ലെങ്ത്ത് വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്ന ഒരു മിനിമം ശരിക്കും ഒരു 6 മീറ്ററൊക്കെ തരേണ്ടതാണ്. എന്താ വെച്ചാൽ നമ്മളിത് മൗണ്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് കാണാണ്ട് പോലെയൊക്കെ വെക്കണ്ടേ. ആക്ച്വലി ഞാനൊരു പവർ കേബിളിൽ കുത്തിയിട്ടുണ്ട്. നല്ല ടൈറ്റാണ് കേട്ടോ, ഞാൻ കുത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് എന്തായാലും അവരുടെ ആപ്പ് ഒന്ന് പരിചയപ്പെടാം. എന്തായാലും നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. എന്നാലും അപ്പോൾ നമുക്ക് കുറച്ച് കമൻറ്റ്സ് നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ ആപ്പ് കാണിച്ചു തരാം. ടാപ്പോ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ടാപ്പോ എന്ന് പറഞ്ഞൊരു ആപ്പ്. നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ആക്ച്വലി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കാര്യങ്ങളൊക്കെ വരും. ഞാൻ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, ഇതുകൊണ്ട് തന്നെ നമുക്കത് ഓൾറെഡി ഡയറക്റ്റ് മൈ ഹോം എന്ന് പറഞ്ഞപ്പോൾ ഹോം പേജിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ആഡ് ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കണ്ടു. നമ്മൾ ആദ്യം പരിചയപ്പെട്ട് ടാപ്പോ C100 ആയിരുന്നു, ഇപ്പോൾ ടാപ്പോ C110 വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് പ്ലഗിലേക്ക് കുത്തണ്ടേ, നല്ല കാര്യമുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മുടെ മെമ്മറി കാർഡ് ഇടണം കേട്ടോ. മെമ്മറി കാർഡ് നമുക്ക് ഇവിടെ ആക്ച്വലി ഇവിടെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും മെമ്മറി കാർഡ് ഇട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ആക്ച്വലി ഈ മെമ്മറി കാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ SanDiskൻ്റെ എക്സ്ട്രീം നമ്മൾ GoProയിൽ ഉപയോഗിക്കേണ്ടതായിരുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് തന്നെ ഇടാം. ഞാനത് എന്തായാലും നമുക്ക് മൈക്രോസ് ചെയ്യാണ്ട് സോട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സൈഡിലായിട്ട് റീസെറ്റ് ബട്ടൺ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈസിയായിട്ട് സ്പോയിട്ട് എടുക്കുകയും ചെയ്യാം, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാമറ അവിടെ വയ്ക്കാം, അങ്ങനെ വയ്ക്കാം. അയ്യോ, അങ്ങനെ വെയിറ്റ് താങ്ങില്ല, അങ്ങനെ വെച്ചാലും മതി കണക്കാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പവർ കേബിൾ കുത്താം. അപ്പോൾ എന്താ വെച്ചാൽ ഇനീഷ്യൽ കുറച്ച് നമ്മുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇതിൻ്റെ പവർ കേബിളിൽ കുത്തണം വരുന്ന സാധനം വരുന്നത് ഇതിൻ്റെ അടിയിലാണ് കേട്ടോ, കണ്ടോ. അപ്പോൾ ഞാൻ അവിടെ കുത്തി. ഇനി നമുക്ക് പവർ ഓണാക്കാം. അപ്പോൾ ഞാൻ പവർ ഓണാക്കിയിട്ടുണ്ട്. ഓണായില്ലേ? നമ്മുടെ കേബിൾ കറക്റ്റ് കുത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ കേബിൾ കറക്റ്റ് ഒന്ന് കുത്തട്ടെ.
അപ്പോൾ അത് ഓണായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിരിക്കും ഒരു നമ്മുടെ LED കാര്യങ്ങളൊക്കെ കത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ കത്തുന്നത് കാണാം. നിങ്ങൾക്ക് ഒരു റെഡ് LED ആണ് കത്തുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. എന്താ വെച്ചാൽ അത് പെയറിംഗ് മോഡിലേക്കും കാര്യങ്ങൾക്കൊക്കെ കയറാനുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് 2 LED 6 LED കണ്ട് ഉള്ളിൽ വേറെ ഒരു IR LEDs കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ആക്ച്വലി പെയറിംഗ് മോഡിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലങ്ക് ചെയ്യുന്നത് കാണുന്നുണ്ടായിരിക്കും, റെഡും ഗ്രീനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ആപ്പിൽ പോയിട്ട് നമ്മുടെ C100 സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണിക്കും പ്ലഗ് ഇൻ ദ ടാപ്പ്, വെയിറ്റ് ഫോർ 30 സെക്കൻഡ് അണ്ടിൽ LED ബ്ലിങ്ക് റെഡ് ആൻഡ് ഗ്രീൻ ആയിട്ട് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക, ലൊക്കേഷൻ എനേബിൾ ചെയ്യുക, ഇനി നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടാപ്പോ ക്യാമിലേക്ക് കയറാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കയറുകയാണ്. ടാപ്പോ ഇസ് ലുക്കിംഗ്, അപ്പോൾ അവർക്ക് കണ്ടു കിട്ടിയെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ഇതിലേക്ക് കയറണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫൈബർ അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡിലേക്ക് നമുക്കിത് കയറണം. അപ്പോൾ ഞാനത് സൈൻ ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നെക്സ്റ്റ് കൊടുത്തപ്പോൾ ഉള്ള പേജ് വന്നേക്കുന്നതാണ് ഇങ്ങനെ വന്നേക്കുന്നത്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കണക്റ്റഡ് ടു വൈഫൈ എന്നതിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം ലൗഡ് തന്നെയാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. കണക്റ്റിംഗ് ടു യുവർ നെറ്റ്വർക്ക് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ കണക്റ്റഡ് ആയിട്ടുണ്ട്. കണക്റ്റഡ് ടു വൈഫൈ ടു പെയർ യുവർ ടാപ്പ് ഡിവൈസ്. അപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. പെയർ ചെയ്യാണ്, പെയറിങ് യുവർ ടാപ്പ് ഡിവൈസസ്. ഇപ്പോൾ ഒരു അലാറാം കാര്യങ്ങളൊക്കെ സൗണ്ട് അതിൽ നിന്ന് വരുന്നുണ്ട്. പെയറിങ് യുവർ ടാപ്പ് ഡിവൈസ് തന്നെ നമ്മുടെ ആപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു 1 മിനിറ്റ് ടു 2 മിനിറ്റിൻ്റെ ഒക്കെ സമയം പിടിക്കിട്ട് നമ്മൾ ഇനീഷ്യലായിട്ട് ഇത് ചെയ്യുമ്പോൾ. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കിത് പിന്നെ ആദ്യം കണക്റ്റ് ആയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്കിത് റീസെറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. എന്താ വെച്ചാൽ ചിലപ്പോൾ എന്താ പറയുക, കണക്റ്റ് ആവാൻ ചിലപ്പോൾ ഇഷ്യൂ കാണിക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് റീസെറ്റ് ചെയ്ത് നമ്മുടെ സൈഡിൽ നമ്മൾ റീസെറ്റ് ബട്ടൺ കാണിച്ചല്ലോ, അപ്പോൾ അതിൽ റീസെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ കണക്ട് ആയിക്കോളും. അപ്പോൾ നമ്മുടെ നെയിമിംഗ് ഡിവൈസ് എന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാപ്പോ ക്യാമറ തന്നെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു. ഇപ്പോൾ ഇത് നമ്മൾ തൽക്കാലം ഇപ്പോൾ എവിടെയും സെലക്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സൗണ്ട് ഗുഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്ത് വന്നിരിക്കുന്നത് ഇപ്പോൾ ടാപ്പോ ക്ലൗഡ് സർവീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 30 days ഫ്രീ സർവീസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ട് പ്ലാൻ, നമുക്കിതിൽ പ്ലാൻ ആക്ച്വലി നമുക്ക് പിന്നെ നോക്കാൻ പറ്റും. ക്യാൻസൽ പ്ലാൻ നമുക്കിത് ആക്ച്വലി ഞാൻ എന്തായാലും എടുക്കുന്നില്ല, നമ്മളെന്തായാലും മെമ്മറി കാർഡിൽ നോക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നോക്കാട്ടോ. ലെറ്റ് മീ തിങ്ക് അല്ല വേണ്ട, ഞാനത് കൊടുത്തു. ഇനി ലോക്കൽ സ്റ്റോറേജ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് വന്നേക്കുന്നത് തേർഡ് പാർട്ടി സർവീസസ്, അതായത് ആമസോൺ അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റ് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് വേണ്ട തൽക്കാലം. പിന്നെ നമുക്ക് ഗോട്ട് ഇറ്റ്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഹോം പേജിൽ ടാപ്പ് ക്യാമറ വന്നു. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു ടാപ്പ് ക്യാമറ എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തു ടു യൂസ് എ മൈക്രോ SD കാർഡ് ഫോർ റെക്കോർഡിംഗ് ഇനീഷ്യലൈസ് ഇറ്റ്. നമ്മുടെ സൗണ്ടിൽ കേൾക്കുന്നു. ഇത് കൂടെ സൗണ്ടിലാണ് വന്നിട്ട്. അപ്പോൾ അതൊക്കെ നല്ല ക്ലാരിറ്റി, കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട്. നമുക്കിപ്പോൾ ടാപ്പോ ക്യാമറ ഇനീഷ്യലൈസിങ് മോഷൻ ഡിറ്റക്ട് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് ഓൾറെഡി ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ടാപ്പോൻ്റെ TP-Linkൻ്റെ ക്യാമറാസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു വിഷ്വൽസിൻ്റെ ഒരു ഇത് കാണുന്നത്. ഞാൻ എന്തായാലും ഇതിലത്തെ വിഷ്വൽസ് നമ്മുടെ എന്തായാലും ലാസ്റ്റ് സെപ്പറേറ്റ് ഇടാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത്. അതുകൊണ്ടോ ഇത് ആക്ച്വലി ചിലപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് റെസൊല്യൂഷൻ കുറഞ്ഞ് കിടക്കുമായിരിക്കും. നമുക്ക് എന്തായാലും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് നമുക്ക് ക്യാമറ ഇനീഷ്യലൈസിങ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ മൈക്രോ SD കാർഡ് ഇനീഷ്യലൈസിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓക്കെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവേർട്ട് ഇമേജ് വേണമെങ്കിൽ അത് കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ തലതിരിച്ച് മൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവേർട്ട് കൊടുക്കണമെന്നോ. സ്റ്റാറ്റസ് LED ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ അത് വേണമെങ്കിൽ വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം, കുഴപ്പമില്ല. പ്രൈവസി സോൺസ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും നമുക്കിപ്പോൾ വേണ്ട. പിന്നെ ഡിറ്റക്ഷൻ അലേർട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ AI ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പേഴ്സൺ ഡിറ്റക്ഷൻ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ഷൻ വരുന്ന സംഭവം നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഓണാക്കിയിടാം. സെൻസിറ്റിവിറ്റി നോർമൽ കാര്യങ്ങളൊക്കെ ആക്കാം. ക്യാമറ അലാറാം ഓഫ് ആക്കാം, ഓൺ ചെയ്യാം. അതുപോലെ മൈക്രോ SD കാർഡ് റെക്കോർഡിംഗ് ഓൺ ആക്കാം. മൈക്രോ SD കാർഡിൻ്റെ അത് ഒരു ലൂപ്പ് റെക്കോർഡിംഗ് ആണ് വരിക. അപ്പോൾ ഗുഡ് എന്ന് കാണിക്കുന്നുണ്ട് റെക്കോർഡിംഗ് ഷെഡ്യൂള്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫുള്ള് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഫുള്ള് കൊടുക്കാം. എഡിറ്റ് ചെയ്തിട്ട് കണ്ടു ഇങ്ങനെ കൊടുക്കാം. ഫുള്ളെല്ലാം ബൈ എന്താ ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഉണ്ട് അങ്ങനെ നമുക്ക് ഏതൊക്കെ ഡേറ്റ് ഏതൊക്കെ സമയം വേണം ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് കൊടുക്കുക.
ഇത് നല്ല സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. ടൈം അനുസരിച്ച് കൊടുക്കാം നമുക്ക് സുഖമായിട്ട്. ഞാനത് ഫുള്ള് കാണിക്കുന്നത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ആർക്കൊക്കെ അറിയാത്തവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മളത് ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ഷെഡ്യൂൾ ബാക്ക് കൊടുത്തു. ഈ വീഡിയോ ക്വാളിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് 3 MP വേണ്ടത് കണ്ടു. ഫുൾ HD മുകളിലേക്ക് നമുക്ക് വരുന്നുണ്ട് 3 MP. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു, സേവ് കൊടുത്തു. അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ അക്കൗണ്ട്, റെക്കോർഡ്, ഓഡിയോ അതൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പ്രൈവസി മോഡ്, പവർ ലൈൻ ഫ്രീക്വൻസി, ഓട്ടോ ഡയഗ്നോസിക്സ് ഓഫ് കൊടുത്തേക്കാണ്. അതുപോലെ തന്നെ നമുക്ക് റീബൂട്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കി നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുൾ സ്ക്രീൻ ആക്കി കഴിഞ്ഞാൽ കണ്ടോ, അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടാപ്പോ ക്യാമറ. അപ്പോൾ ഇതിൻ്റെ ആപ്പും നല്ല സ്മൂത്ത് തന്നെയാണ്, നമുക്ക് അധികം ലാഗും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ ഞാൻ ബാക്കിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ആപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കിതിവിടെ ടോക്ക് ഫീച്ചർ ഉണ്ട്. നമുക്കൊരു ടോക്ക് അമർത്തി കഴിഞ്ഞാൽ ടോക്ക് ചെയ്യാം. ഹലോ 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 നമുക്കിവിടെ ടോക്ക് ചെയ്യാം. നമ്മൾ മൊബൈൽ എടുത്തിട്ട് ഹലോ ഹലോ നമുക്കിവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ക്യാമറയ്ക്കൂടെ. അപ്പോൾ അങ്ങനെ അമർത്തി പിടിച്ചാൽ മതി. ഇപ്പോൾ മോഷൻ ഡിറ്റക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ മൈക്രോഫോൺ കൂട്ടാനും സംഭവങ്ങളൊക്കെ ഒന്നുണ്ട്. നേരത്തെ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കട്ടായിട്ടുണ്ട്. നമുക്ക് ഞാൻ ക്യാമറ മൈക്രോഫോൺ കൂട്ടിക്കാം. ഇനി നമുക്കിവിടെ വോയിസ് കോൾ ഫീച്ചർ ഉണ്ട് കണ്ടോ. നമുക്ക് വേണമെങ്കിൽ കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുള്ള് നിങ്ങൾക്ക് കലമ്പായിട്ട് കേൾക്കുന്നുണ്ടാവും. നമ്മളെന്തായാലും മുകളിലേക്ക് കുറച്ച് വയ്ക്കാം. ഇതിൽ നമുക്ക് പിന്നെ പ്രൈവസി മോഡ് ഉണ്ട്, അലാറാം ഓഫ് ഉണ്ട്, ടാപ്പോ കെയർ എന്ന് പറഞ്ഞ ഒരു സർവീസ് പരമായിട്ടുള്ള ഒരു എക്സ്ട്രാ ആഡ് ആക്കുന്നതാണ്. ആദ്യം നമ്മളതിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫീച്ചറുണ്ട് കണ്ടോ. ടാപ്പോ കെയർ ക്ലൗഡ് ഫീച്ചർ, ഇതിൻ്റെ ക്ലൗഡിൻ്റെ പ്ലാനാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പെർ മന്ത് നമുക്ക് 300 ബേസിക് വരുന്നത്. നമുക്ക് 2 ഡിവൈസ് ആണെങ്കിൽ 600, 3 ഡിവൈസ് ആണെങ്കിൽ 920 rupees, 10 ഡിവൈസ് ആണെങ്കിൽ 1000 രൂപ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വരുന്നത്. ഇയർലി ആണെങ്കിൽ ഒരു ഡിവൈസിനാണെങ്കിൽ 3050 രൂപ കേട്ടോ ഇയർലി. ക്ലൗഡ് സർവീസിൻ്റെ കാര്യമാണ് പറയണത്. പിന്നെ നമുക്ക് പ്ലേ ബാക്ക് ആൻഡ് മെമ്മറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആവുന്നതും കാര്യങ്ങളൊക്കെ ഒന്ന് കൂടെ കാണിക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് സുഖമായിട്ട് എടുക്കാം, മെമ്മറിയിൽ നിന്ന് എടുക്കാം. പിന്നെ നമുക്കിവിടെ ഓട്ടോ മോഡ് അല്ലെങ്കിൽ ഡേ മോഡ്, നൈറ്റ് മോഡ്, ഓട്ടോ മോഡ് എടുക്കുന്നതായിരിക്കും. നൈറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ IR മോഡിലേക്ക് പോയിക്കോളും. അപ്പോൾ വീഡിയോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാത്ത സംഭവം. അതിന് എന്താ വെച്ചാൽ ഒരു 2300 രൂപ C110 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 MP റേറ്റിങ്ങിൽ നല്ലൊരു കോൺഫിഗറേഷൻ വാങ്ങിച്ച് വയ്ക്കാവുന്നൊരു ക്യാമറ തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിനായിട്ടും റേറ്റ് കുറഞ്ഞത് 1080p വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ C100 എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ച് പണ്ട് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണെങ്കിൽ 2000 രൂപ 2050 രൂപ അങ്ങനെ റേഞ്ചിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ച് നോക്കി നോക്കാം. പിന്നെ 360 നമുക്ക് തിരിയുന്ന ടൈപ്പ് അല്ലാന്ന് മാത്രമേ ഒരു നെഗറ്റീവ് ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല സംഭവം തന്നെയാണ്. പിന്നെ ഡീപ്പ് ലിങ്കിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നു വേണ്ട. അപ്പോൾ ഓവറോൾ ഒരു നല്ല പ്രോഡക്റ്റ് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ഒരു മൂവി റിവ്യൂസും ട്രെയിലർ റിവ്യൂസും അതുപോലെ തന്നെ മൂവീസ്, നമ്മുടെ പെറ്റ്സിൻ്റെ ഷോർട്സും എന്താ പറയുക ഫുഡിൻ്റെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലും സംശയം ഇങ്ങനെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.